കാരണം LDFന് മുൻതൂക്കം കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് LDFന് മുൻതൂക്കം ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. LDF അതിൻ്റെ പ്രകടനം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നിലനിർത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെമ്പാടും LDFന്, ഞാൻ വടക്കൻ ജില്ലകളിൽ പാലക്കാട് ജില്ലയിലൊക്കെ പോയിരുന്നു, അവിടെയെല്ലാം LDFന് തന്നെയാണ് മുൻതൂക്കം ഉണ്ടാകാൻ പോകുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പടക്കം വാങ്ങിച്ചിട്ടില്ല. ഞാൻ 5 തവണ ജയിച്ചപ്പോഴും പടക്കം വാങ്ങിച്ചു വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തർക്ക് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജനങ്ങളല്ലേ തീരുമാനിക്കും. നാളെ വോട്ടെണ്ണുമ്പോൾ അറിയാം കറക്റ്റായിട്ട്. എക്സിറ്റ് പോളുകൾ വരുമ്പോൾ ഈ UDF പറയുന്ന പോലെ വലിയൊരു മുന്നേറ്റമൊന്നും ഒരു എക്സിറ്റ് പോളും പ്രവചിക്കുന്നില്ല. അതെ, അപ്പോൾ നേരിയൊരു ഇതിലെങ്കിലും വരും എന്നുള്ളതാണ് ഈ LDFിൻ്റെ നേതാക്കൾ അവസാന നിമിഷം പറയുന്നത്. അങ്ങനെ ഒരു മൂന്നാമതും ഒരു ഭരണം ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്ത, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത സർക്കാർ, അഴിമതിയില്ലാത്ത സർക്കാർ, ഈ സർക്കാരിനെ ജനങ്ങൾ അംഗീകരിക്കും എന്ന് തന്നെയാണ്. പിന്നെ മതേതര നിലപാടുകൾ സ്വീകരിക്കുകയും മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്ത ഒരു സർക്കാർ മുന്നണിയുമാണ് LDF. അപ്പോൾ അത്തരത്തിലുള്ള തമ്മിലടിയില്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ, അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാതെ മുന്നോട്ട് പോയൊരു സർക്കാരാണ്. ആ സർക്കാരിനെ ഇഷ്ടത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. ഈ ഒരു സർവേയിലും തരംഗമൊന്നും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഒപ്പത്തിനൊപ്പം വരും. ഞങ്ങൾ നേരത്തെ പറയുന്നതാണ്, ഒപ്പത്തിനൊപ്പം വന്ന് ഞങ്ങൾ മുന്നിലേറും എന്നുമാണ് ഞങ്ങൾ അന്നും പറയുന്നത്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്.